ഒന്നുകൂടി നല്ലോണം ശ്രദ്ധിക്കണം. ജീവിച്ചിരിക്കുന്ന ആളുകൾ, മഹാത്മാക്കളായ ആളുകൾ സഹായിക്കുന്നത് പോലെ മരണപ്പെട്ട ശേഷം മഹാന്മാരുടെ ആത്മാക്കൾ നമ്മെ സഹായിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിൽ കിടന്നുകൊണ്ട് ഈ ആത്മാക്കൾ എങ്ങനെയാണോ സഹായിക്കുന്നത്, അതേ സഹായത്തിന്റെ സിദ്ധികളും ശേഷികളും കഴിവുകളും ശരീരത്തിൽ നിന്ന് വേർപെട്ടതുകൊണ്ട് മാത്രമായി അവർക്ക് നഷ്ടപ്പെടുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ആ ആത്മാക്കൾക്ക് ആത്മാക്കൾ എന്ന നിലയ്ക്ക് എന്തൊക്കെ സഹായമുണ്ടോ അതിന് ശരീരം ഒരൽപ്പം പ്രതിബന്ധം സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മരണത്തോടെ ഈ ശരീരത്തിന്റെ പിടിയിൽ നിന്നും മോചിതമാകുന്നതോടെ ആത്മാക്കൾക്ക് കുറെ കൂടി ശക്തി ലഭിക്കുന്നതുകൊണ്ട് ആത്മാക്കളുടേതായ സഹായവും ആത്മീയമായ സഹായവും മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ ലഭ്യമാകും എന്ന് മനസ്സിലാക്കാം. അവിടെ ഒരു അമ്പംകുന്ന് വീരാൻ ഒരു ഉപ്പാപ്പുണ്ട്. അപ്പോൾ ഒരുപാട് കേസ് ഓവറായപ്പോൾ നിങ്ങളുടെ ഒരുപാടിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നതാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്. നമുക്ക് ഇനിയിപ്പോൾ അവരുടെ ഓർഡർ നമുക്ക് വേണം ഇവിടുന്ന് പോകാൻ. നമുക്കിപ്പോൾ കുളിക്കാനൊന്നും പറ്റില്ല. കുളിക്കാൻ പറ്റാത്തൊരു കണക്കാണ്, മഹാന്മാരുടെ കണക്കാണ്. അപ്പോൾ കുളിച്ചിട്ട് 6ാമത്തെ വർഷമാണ്. കുളിച്ചിട്ട് 6 വർഷമായി. 6ാമത്തെ വർഷമാണ്. അതായത് കുളിക്കാൻ പാടില്ല, പല്ല് തേക്കാൻ പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ല, ഡ്രസ്സ് മാറാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കണക്കിലാണ് മഹാന്മാർ. അങ്ങനത്തെ കേസാണ്. കോട്ട കേസിലായിരുന്നു. വലിയ ദർഗയിൽ കോട്ടന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത, പുറത്ത് വരാൻ പറ്റാത്ത കേസായിരുന്നു. അപ്പൊ ദർഗയുടെ ഉള്ളിലായിരുന്നു ഞാൻ 4 വർഷം ഇരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ കൊറോണ സമയം വന്നപ്പോൾ കാട്ടുപള്ളിയിലെ ഹക്കീം ഡോക്ടറെ അടുത്ത് കണക്ക് കൊടുത്ത് മഹാന്മാർ ഹക്കീം ഡോക്ടറെ കണക്ക് കൊടുക്കുന്നത് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് നമ്മുടെ കണക്കുകളും നമ്മുടെ അസുഖത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടറെ ഏൽപ്പിച്ചിരിക്കുന്നു, ഹക്കീം ഡോക്ടർക്ക്. അതായത് ബാദുഷാ റളിയല്ലാഹു തആല എന്റെ കേസ് എടുത്തിരിക്കുന്ന നമുക്ക് എല്ലാ സ്വപ്നത്തിൽ കാട്ടിത്തരും. എല്ലാ സ്വപ്നം കാട്ടിത്തരും. കുടിക്കണ വെള്ളം കാട്ടിത്തരും, കഴിക്കേണ്ട ഭക്ഷണം കാട്ടിത്തരും, കിടക്കേണ്ട സ്ഥലം കാട്ടിത്തരും. അതെല്ലാം നമുക്ക് സ്വപ്നത്തിൽ കൂടെ കാട്ടിത്തരും. പിന്നെ ആരെങ്കിലും വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാണെന്നുണ്ടെങ്കിൽ അത് വേറെ കാട്ടിത്തരും. അപ്പോൾ ഞാനും നിങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ ഇതിൽ ആരെങ്കിലും എനിക്ക് വല്ല ബുദ്ധിമുട്ടും എൻ്റെ കേസിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പെണ്ണിട്ട് പൊയ്ക്കൊള്ളാൻ പറയും. അതൊക്കെ നമ്മുടെ കാതിൽ വന്ന് പറയും. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണില്ല, നമ്മളെ ശബ്ദം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിരിക്കണം, അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാനിവിടെ കാട്ടുപള്ളി വന്നതിന് ശേഷമാണ് ആ കൊറോണ ടൈമിൽ ആ പാട്ടോ പാടിത്തരാം. കണ്ണക്ക് കനിയാണവർ, വെണ്ണക്ക് പെരിയോരവർ, പൊന്നായ പൊന്നൊലിയവർ, വീരാനൊലിയാം പൊന്നായ പൊന്നൊലിയവർ. കണ്ണക്ക് കനിയാണവർ, വെണ്ണക്ക് പെരിയോരവർ, പൊന്നായ പൊന്നൊലിയവർ, വീരാനൊലിയാം പൊന്നായ പൊന്നൊലിയവർ. പിന്നെ നിങ്ങൾ ബാട്ടലിൽ ഇങ്ങനെ താളമിടില്ലേ, അതിട്ട് കേട്ടോ? അത് ഇട്ട് പാടും, ബാട്ടലിൽ വെച്ച് പാടും. പിന്നെ അവര് വേറെ ഉസ്താദ്മാർ വലിയൊരു ഇത് കൊണ്ടുവന്നിരുന്നു, അതിലൊക്കെ കുട്ടി പാടിയിട്ടുണ്ട്. കണ്ണക്ക് കനിയാണവർ, വെണ്ണക്ക് പെരിയോരവർ, പൊന്നായ പൊന്നൊലിയവർ, വീരാനൊലിയാം പൊന്നായ പൊന്നൊലിയവർ. പാടിയ വരികളിൽ പിഴ വന്നാൽ അവർ പൊറുക്കും, പാടും പാട്ടിനെന്നും പ്രിയമായ അനുമോദം നൽകും. സംഗീത പ്രേമിയാണവർ, വീരാനൊലിയാം സന്മാർഗ പ്രേമിയാണവർ. കണ്ണക്ക് കനിയാണവർ, വെണ്ണക്ക് പെരിയോരവർ, പൊന്നായ പൊന്നൊലിയവർ, വീരാനൊലിയാം പൊന്നായ പൊന്നൊലിയവർ. അജ്മീരിൽ അവർ പോയി തനവധി നാൾ തവമിരുന്ന്, മലബാറിൻ മാളികയിൽ മനം കുളിരെ കുടിയിരുന്ന്. അജ്മീരിൽ അവർ പോയി തനവധി നാൾ തവമിരുന്ന്, മലബാറിൻ മാളികയിൽ മനം കുളിരെ കുടിയിരുന്ന്. അജ്മീരിൽ വാസനാണവർ, വീരാനൊലിയാം അല്ലാഹുവിൻ ദാസനാണവർ. കണ്ണക്ക് കനിയാണവർ, വെണ്ണക്ക് പെരിയോരവർ, പൊന്നായ പൊന്നൊലിയവർ, വീരാനൊലിയാം പൊന്നായ പൊന്നൊലിയവർ. അജ്മീരിൽ കാജ തൻ്റെ അനുമോദ പ്രിയ സഖിയായി, അഹദവനരുൾ എന്നും തെറ്റാതെ നടപ്പവരായി. അജ്മീരിൽ കാജ തൻ്റെ അനുമോദ പ്രിയ സഖിയായി, അഹദവനരുൾ എന്നും തെറ്റാതെ നടപ്പവരായി. അജ്മീരിൽ ഫക്കീറാണവർ, വീരാനൊലിയാം അല്ലാഹുവിൻ ദാസനാണവർ. കണ്ണക്ക് കനിയാണവർ, വെണ്ണക്ക് പെരിയോരവർ, പൊന്നായ പൊന്നൊലിയവർ, വീരാനൊലിയാം പൊന്നായ പൊന്നൊലിയവർ. അന്ത്യവിശ്രമം കൊള്ളാൻ കാലമായി അന്നവരമ്പം കുന്നിൽ വാസമായി. അന്ത്യവിശ്രമം കൊള്ളാൻ കാലമായി അന്നവരമ്പം കുന്നിൽ വാസമായി. ആതുര സേവ ചെയ്ത പുണ്യവാൻ 6 അടി മണ്ണിലേക്ക് മാറിനായി.
കണ്ണക്ക് കനിയാണവർ വെണ്ണക്ക് പെരിയോരവർ പൊന്നായ പൊന്നൊലിയവർ വീരാനൊലിയാം പൊന്നായ പൊന്നൊലിയവർ. പിന്നെ നിങ്ങൾ ഇവിടെ എന്താ പണിയെടുക്കുന്നത്? എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല, ഞാൻ സുഖമില്ലാത്ത കിടക്കാണ്. എനിക്ക് ഇനി ഓർഡർ തരണം, അലക്കാനും കുളിക്കാനും നാട്ടിൽ പോകാനും മകന്മാരെ അനുവാദം ഓർഡർ ഇല്ലാതെ പോകാൻ പറ്റില്ല, അത് കാത്തിരിക്കുകയാണ്.